പാലപ്പള്ളി മേഖലയിൽ പുലർച്ചെ മുതൽ തന്നെ ടാപ്പിങ്ങിനും മറ്റുമായി തൊഴിലാളികൾ തോട്ടത്തിലേക്ക് ഇറങ്ങും. ഈ കാണുന്നത് കണ്ടില്ലേ, അതായത് വലിയ ഉയരത്തിൽ കാട് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് തോട്ടം മേഖലയിൽ പലയിടങ്ങളിലും ഉള്ളത്. ഇതിന് പുറകിൽ ആനകൾ നിൽക്കുമ്പോൾ പുലർച്ചെ സമയങ്ങളിൽ പ്രത്യേകിച്ചും ആനകളെ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. കൃത്യമായി ഈ തോട്ടം മേഖല പരിപാലിക്കാത്തത് ആനശല്യത്തിൻ്റെ ഒരു പ്രധാന കാരണമായി ഇവിടുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നലെയാണ് എച്ചിപ്പാറയിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികൾക്കെല്ലാം ഭീതിയാണ്. തോട്ടം മേഖലയിൽ പലയിടങ്ങളിലും പാഴ്ചെടികൾ വളർന്നതോടെ ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതോടെ പുലർച്ചെ ജോലിക്കിറങ്ങുന്ന തൊഴിലാളികൾ കാട്ടാനകൾക്ക് മുന്നിൽപ്പെടുന്നതും പതിവായി. ആന എന്ന് പറഞ്ഞാൽ പൊടിമണ്ണും ചപ്പും ചവറൊക്കെ മേലെ വാരിയിട്ട് പുല്ല് വരെ ചില ആനകളുടെ മുതുകത്ത് മുളച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആന കാടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമാണ് ആനയെ കാണാൻ സാധിക്കുള്ളൂ. ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷികൾ. വനംവകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആരോപണം. പേരിന് മാത്രമുള്ള ഫെൻസിങ് സംവിധാനമാണ് പല മേഖലകളിലുള്ളത്. അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടാതെ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനകൾ കൂടുതൽ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ആന ഇറങ്ങുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭയക്കുകയാണ് നാട്ടുകാർ. തൊഴിലിടത്തേക്ക് കൂട്ടമായി മാത്രമേ പോകാൻ കഴിയൂ എന്ന അവസ്ഥയാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.